ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഡോക്ടർ എബിൻ്റെ വീട്ടിലാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്ഷനുള്ളൊരു വീടാണ്. ഈ വീട് 1 മാസമായിട്ടുള്ള പണിതിട്ട്. അതുപോലെ തന്നെ ഈ വീടൊരു കണ്ടംപററി സ്റ്റൈലിലാണ് പണിതിരിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ കോൺസെപ്റ്റിൻ്റെ ഫേർണിച്ചേഴ്സാണ്. സോ അധികം ഞാൻ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. ഡോക്ടറോട് ചോദിച്ച് ഈ ഇൻറ്റീരിയർ വീട് നിർമ്മിക്കാനുള്ള ആ ഒരു ഐഡിയയും നമ്മുടെ കോൺസെപ്റ്റിനെ ഇതിനുവേണ്ടി സെലക്ട് ചെയ്ത് എന്തിനാണെന്നൊക്കെ ചോദിക്കാം. ഹായ് ഡോക്ടർ. ഹലോ. ഹായ്. നമുക്കപ്പോൾ വരാന്തയിലെ ഫേർണിച്ചേഴ്സിൽ നിന്ന് തുടങ്ങാമല്ലേ ഡോക്ടർ? കാരണം കയറി വരുമ്പോൾ തന്നെ ഫേർണിച്ചേഴ്സ് ആണ് വീട്ടിലേക്ക് വരുമ്പോൾ. അതിപ്പോൾ നമുക്കിവിടെ ഷൂ റാക്കും ഉണ്ട്, നമുക്ക് 3 ചെയേഴ്സും ഉണ്ട്. യൂഷ്വലി നമ്മൾ ഈ ഷൂ റാക്സ് കാണുന്നത് നമ്മൾ ഓപ്പൺ ആയിട്ട് അങ്ങനെയുള്ളൊരു ഷൂ റാക്സ് ആണ് നമ്മുടെ ഒരു സാധാരണ ഡിസൈൻ കാണുന്നത്. അപ്പോൾ എനിക്ക് സ്പെസിഫിക് ആയിട്ടൊരു ഡിസൈൻ വേണമായിരുന്നു. ആ ഡിസൈൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ കൺസെപ്റ്റ് ഷൂ റാക്സ് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് മാച്ചിങ് ആയ ചെയേഴ്സും ആണ് നമുക്ക് കൺസെപ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടേക്ക് ചെയർ സെലക്ട് ചെയ്ത സമയത്ത് എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നോ? ഈ ഒരു ഡിസൈൻ തന്നെ വേണം, ഈ ഒരു ഇതൊരു ബേസിക്കലി ഒരു കോണ്ടംപററി പ്ലസ് ഒരു ട്രഡീഷണൽ ഡിസൈനാണ്. ആ ഡിസൈനിൽ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ചെയേഴ്സ് വേണമെന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റിക്വയർമെൻറ്റ്. നമുക്ക് അകത്തെ വിശേഷം കാണാൻ. അതെ, ഇത് എൻ്റെ വൈഫ് ഡോക്ടർ മഞ്ജു. ഓക്കെ. അപ്പോൾ ഇല്ല, ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തത് ഭയങ്കര മിനിമലായിട്ടാണ് ചെയ്തത്. പക്ഷേ ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ട്രഡീഷൻ ഉണ്ട്, അതുപോലെ തന്നെ മോഡേൺ, എല്ലാം രീതിയിൽ മിക്സപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ എനിക്ക് ചോദിക്കാനുള്ള ഈ വീട് ഇങ്ങനെ തന്നെ ഡിസൈൻ ചെയ്യണം, ഈ ഒരു ഐഡിയ ആരുടെ ആയിരുന്നു? ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് SK ആർക്കിടെക്ട്സ്, സേറ ജെയിംസ് എന്നുള്ള ആർക്കിടെക്റ്റാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ബിൽഡിങ്ങിൻ്റെ പണി മുഴുവൻ ചെയ്തിരിക്കുന്നത് കൊട്ടാഞ്ചേരി ബിൽഡേഴ്സ്, എബ്രഹാം ബേസിൽ ഇബ്രാഹിം, അവർ രണ്ടുപേരും കൂടിയാണ് ഇതിൻ്റെ പണികൾ മുഴുവൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഫർണിച്ചേഴ്സ് എല്ലാം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് കൺസെപ്റ്റ് വുഡ് ആർട്ട് എന്നാണ്. നമുക്ക് ഫർണിച്ചേഴ്സിൽ ഇരുന്ന് തന്നെ സംസാരിക്കാം, അപ്പോൾ അതിൻ്റെ കംഫർട്ട് എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഫേർണിച്ചേഴ്സിലേക്ക് വരുമ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ഒരു കളറ്, ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റ്, ഇതൊക്കെ ഡോക്ടറുടെ ഡിസൈൻ തന്നെ ആയിരുന്നു? ഇങ്ങനെയൊക്കെ വേണം, അവരോട് പറഞ്ഞ് ചെയ്യിച്ചതാണോ? നമ്മുടെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു ഇതിൽ. പിന്നെ കൂടുതലായിട്ട് നമ്മുടെ ആർക്കിടെക്റ്റിൻ്റെയും ഇൻപുട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡിസൈൻസ് എന്താണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ആ കൺസെപ്റ്റിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഏറ്റവും കൂടുതൽ തന്നെ ഈ കൺസെപ്റ്റ് വുഡായിട്ട് സഹായിച്ചത്. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ, അതിനേക്കാൾ മികച്ച രീതിയിൽ തന്നെ എല്ലാ ഫർണിച്ചേഴ്സും നമുക്ക് ചെയ്ത് കിട്ടി. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്കൊരു ഗ്രീനിഷ് ഷെയ്ഡാണ് അടിക്കുന്നത്. ഇപ്പം ഇവിടെ ആണെങ്കിലും അതെ, ഇപ്പോൾ വോളിലാണെങ്കിലും എല്ലാം ചേച്ചിയുടെ സെലക്ഷൻ ആയിരുന്നു. ഈ ഒരു കളറ് പേസ്റ്റൽ ഷെയ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കളർ ഒരു കുളിർമ തരുന്ന കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഗ്രീൻ ഇഷ്ടമാണ്. നമ്മൾ നേച്ചറായിട്ട് ഇഴകി ചേരുന്ന ഒരു കളറാണല്ലോ ഗ്രീൻ എന്ന് പറയുന്നത്. ഒരു സജഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രീൻ കിട്ടുവാണെങ്കിൽ അങ്ങനെ നമുക്ക് നോക്കാം എന്നുള്ളൊരു സജഷൻ ഉണ്ടായിരുന്നു. ബാക്കി ആർക്കിടെക്റ്റും കൂടി ഒന്ന് ഫൈനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തത്. അതുപോലെ സോഫയിലേക്ക് ലിവിങ് സ്പേസ് ആണ്. അപ്പോൾ സോഫയിലേക്ക് വന്നപ്പോൾ വേറെ എന്തൊക്കെ കൺസേൺസ് ആയിരുന്നു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമുക്ക് സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ വേണം. എന്നാൽ ഒരുപാട് തിങ്ങി നിറഞ്ഞ സോഫ അങ്ങനെ പാടില്ല. നമുക്ക് മാക്സിമം നമുക്കൊരു ലിവിങ് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അന്തരീക്ഷം വേണമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഭയങ്കര മിനിമലായിട്ട് ഭയങ്കര ഒതുക്കമുള്ളൊരു ഡൈനിങ് ഏരിയ. ആൻഡ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വ്യൂ കിട്ടുന്നുണ്ട്, അങ്ങോട്ടേക്കൊരു വ്യൂ കിട്ടുന്നുണ്ട്, സോ ഇവിടെയും വ്യൂ കിട്ടുന്നുണ്ട്. സോ എങ്ങനെയാണ് ഈ ഒരു മിനിമൽ ഡൈനിങ് ഏരിയ ഇത്ര മിനിമലാക്കിയിട്ട് ഇത്രയും ഓപ്പൺ ആക്കിയതിൻ്റെ? ഒരു ഓപ്പൺ പ്ലാനിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മിനിമലിസ്റ്റിക് ഡൈനിങ് ടേബിൾ ആൻഡ് ഡൈനിങ് ഏരിയ, അതാണ് ബേസിക്കലി നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ 2 കുട്ടി പട്ടാളങ്ങളുടെ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹലോ, ഇത് നിങ്ങളുടെ ഏരിയ ആണോ? ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് ഏരിയ. എപ്പോഴും ഇവിടെ ഇരുന്ന് കാർട്ടൂൺ ഒക്കെയാണോ കാണുന്നത്?
നമ്മൾ പുറത്തുള്ള ചെയർ ഉണ്ടല്ലോ, ആ ചെയറിൻ്റെ അതേപോലത്തെ ഡിസൈനിലുള്ള കെയിൻ ഡിസൈനുള്ള ഫർണിച്ചർ തന്നെയാണ് നമ്മൾ ഇവിടെയും ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മൊത്തം വീട് കണ്ടു. ഈ ഒരു വീടിന് എക്സ്ട്രാ ബ്യൂട്ടി കൊടുത്ത് ഇവിടുത്തെ ഒരു ഫേർണിച്ചേഴ്സ് തന്നെയാണ്. സോ ഹാപ്പി അല്ലേ കോൺസെപ്റ്റിൻ്റെ ഈ ഒരു ഫേർണിച്ചേഴ്സിൽ? എക്സ്ട്രീംലി ഹാപ്പിയാണ്. അതുപോലെ നമുക്ക് ഉറപ്പായിട്ടും വിശ്വാസത്തോടുകൂടി ആരെയും റെഫർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥാപനമാണ് കൺസെപ്റ്റ് വുഡ് ആർട്ട്. സോ നിങ്ങളും ഫേർണിച്ചേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളാണെങ്കിൽ വീടിന് ഇതുപോലൊരു എക്സ്ട്രാ ബ്യൂട്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ കോൺസെപ്റ്റ് വുഡ് ആർട്ടിലേക്ക് പോകുന്നുള്ളൂ.